ഹായ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്നും അതിൻ്റെ ടൈപ്സും പറഞ്ഞു. ടൈപ്സിൽ അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ക്ലാസിഫൈ ചെയ്തത് ഓൺ ദി ബേസിസ് ഓഫ് ടൈപ്സ്. അപ്പോൾ ഒ ഡിയും പി ഡിയും ആണ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കി. ഇനി അടുത്തത് നമ്മൾ ക്ലാസിഫിക്കേഷൻ ബൈ ഓർഡറിൻ്റെ ബേസിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കുക, ദ ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒ ഡി ഓർ പി ഡി, ഒ ഡി ആയാലും കുഴപ്പമില്ല പി ഡി ആയാലും കുഴപ്പമില്ല, ഇസ് ദി ഓർഡർ ഓഫ് ദി ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇൻ ദി ഇക്വേഷൻ. ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാലും കുഴപ്പമില്ല, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാലും കുഴപ്പമില്ല, അതിലെന്താ പറഞ്ഞാൽ ഹയ്യസ്റ്റ് ഡെറിവേറ്റീവ് ഇൻ ദ ഇക്വേഷൻ. നമുക്ക് നമ്മളുടെ ഇക്വേഷനിൽ ഏതാണോ ഹയ്യസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ടുള്ളത് അതാണ് എന്ത് വരുന്നത്, ആ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ. ഈ ഓർഡറിൻ്റെ ബേസിൽ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഫോർത്ത് ഓർഡർ, nth ഓർഡർ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. സോ നോക്കാം, ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. അപ്പം നിങ്ങൾ നോക്കിക്കേ, ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, ഈ തന്നിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ d²y/dx² പ്ലസ് 5 × dy/dx ഹോൾ ക്യൂബ് മൈനസ് 4y = e⁻x. ഇത് എന്ത് തരം ഇക്വേഷനാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് വെച്ചിട്ട് ഇത് എന്ത് തരം ഇക്വേഷനാണ്? ഒ ഡി ആണോ പി ഡി ആണോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. നമുക്ക് എന്താ നോക്കേണ്ടത്, ഒരു ഫംഗ്ഷനും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്തേ പാടുള്ളൂ, ഒരൊറ്റ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളേ പാടുള്ളൂ. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ആകെ y എന്ന് പറഞ്ഞ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അതിന് വിത്ത് റെസ്പെക്ട് ടു എന്തായിട്ടേ ഡെറിവേറ്റ് ചെയ്തിട്ടുള്ളൂ, എക്സ് കൊണ്ട് മാത്രമേ ഡെറിവേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, ഒ ഡി ഇ ആണ് അല്ലേ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഡർ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ ഓർഡർ എന്തായിരുന്നു? ഓർഡറിൻ്റെ ഡെഫിനിഷൻ ഹയ്യസ്റ്റ് ഡെറിവേറ്റീവ് ഇൻ ദി ഇക്വേഷൻ. ഇക്വേഷനിലെ ഹയ്യസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണോ അതാണ് അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഇക്വേഷനിൽ നോക്കാം, ഇവിടെ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട്, dy/dx ഉണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്, പിന്നെ y എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഏതാണ് അതിൻ്റെ ഓർഡർ വരിക? 2 ആണ് അതിൻ്റെ ഓർഡർ വരിക. ഹയ്യസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണോ അതാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള ഈ ഒ ഡിയുടെ ഓർഡർ പറഞ്ഞ എന്താണ്, 2 ആണ്. സോ നമുക്ക് എന്ത് പറയാം, ഇസ് എ സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. അതൊരു സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയാം. ഓക്കെ, സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി അടുത്ത നോക്കാം. അടുത്ത ഇക്വേഷൻ ഇതാണ്, 2 × δ⁴u/δx⁴ പ്ലസ് δ²u/δt² 0. അപ്പോൾ അത് ഏത് ഇക്വേഷനോ, ഓർഡിനറി ഇക്വേഷനാണോ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണോ? അത് നമുക്ക് യു എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. ഇവിടെ എക്സ് കൊണ്ടും ഡെറിവേറ്റ് ചെയ്തിട്ടുണ്ട്, ടി കൊണ്ടും ഡെറിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്ത് പറയാം, ഇസ് എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതിൻ്റെ ഓർഡർ എത്രയായിരിക്കും വരിക? ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്, ഫോർത്ത് ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പോൾ ഹയ്യസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 4 ആണ് വരിക. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് പറയാം, ഫോർത്ത് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതെന്താണ്, ഫോർത്ത് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ അങ്ങനെയാണ് ഓർഡറിൻ്റെ ബേസിൽ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി നോക്കാം, ഒരു ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫോം റിട്ടൺ ഇൻ ദി ഡിഫറൻഷ്യൽ ഫോം. ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക, m(x/dx) പ്ലസ് n(x/dy) = 0 എന്നുള്ളത് ഒരു ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഫറൻഷ്യൽ ഫോമാണ്. Okay, then differential form of a first order ODE. If we assume that y is dependent variable in a first order ODE, then recall from calculus that the differential dy is defined to be dy is equal to y dash dx. അപ്പോൾ നോക്കാം, നമുക്ക് ഒരു ഇക്വേഷൻ തരും. ആ ഒരു ഇക്വേഷനെ എങ്ങനെ നമ്മൾ ഡിഫറൻഷ്യൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമെന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് y - x dx പ്ലസ് 4x dy = 0 എന്നാണ്. അപ്പോൾ അതിനൊന്ന് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ y - xൻ്റെ ഒപ്പമാണ് എന്തുള്ളത്, dx ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ ത്രൂ ഔട്ടായിട്ട് എന്ത് ചെയ്യുക, dx കൊണ്ട് ഡിവൈഡ് ചെയ്യുക. dx കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് വരും, ഇവിടെ dx കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് y - x മാത്രമായിട്ട് പോകും. ഇവിടെ dx കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതെന്തായിട്ട് മാറും, dy/dx ആയി മാറും. അതായത് 4x dy/dx പ്ലസ് y = x എന്നാവും. അതായത് ഈ എക്സിനെ നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തു, ഈ എക്സിനെ ഈക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് എന്തായി, ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി അടുത്ത് നോക്കുക, ബൈ മൾട്ടിപ്ലൈയിങ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഇക്വേഷനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും, 6xy dy/dx
പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇങ്ങനൊരു ഇക്വേഷൻ. ഇപ്പോൾ നേരത്തെ നമുക്ക് തന്നത് ഡി എക്സും ഡി വൈയും കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് തന്നത്. അപ്പോൾ നമ്മളോട് എന്ത് പറഞ്ഞത്, ഇങ്ങനൊരു ഫോമിൽ തന്ന ഈ ഒരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഇപ്പോൾ തന്നിരിക്കുന്നത്, ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടെത്തിയില്ലേ, ഈ ഒരു രൂപത്തിലാണ് ഇത് തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് എന്ത് പറയുകയാണ്, ഈ ഒരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയുകയാണ്. അതിൻ്റെ ഡിഫറൻഷ്യൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ 6xy dy ബൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ എന്ത് ചെയ്യുക, ത്രൂ ഔട്ടായിട്ട് ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡി എക്സും ഈ ഡി എക്സും കൂടി ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ ഇത് ഈ രണ്ടിൻ്റെയും കൂടെ എന്ത് വരും, ഡി എക്സ് വരും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് 6xy dy ഈക്വൽ ടു 0 എന്നായിട്ട് മാറി. ഇപ്പം നമുക്ക് എന്തായി, എം ഡി എക്സ് നമ്മുടെ നേരത്തെ ഇക്വേഷൻ അല്ലേ, എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്നുള്ള ഈ ഒരു ഇക്വേഷനിലേക്ക് കൺവേർട്ട് ആയില്ലേ. ഇത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് 6xy dy ഈക്വൽ ടു 0 എന്നുള്ള രൂപത്തിലേക്ക് അതെന്തായി, കൺവേർട്ട് ആയി. സോ ഇതിനടുത്ത് പറഞ്ഞാൽ വി ക്യാൻ എക്സ്പ്രസ് ആൻ nth ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ബൈ ദി ജനറൽ ഫോം. ഒരു nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അതായത് ഒരു ഫംഗ്ഷൻ വരുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോമാണിത്. അപ്പോൾ പഠിച്ചു വയ്ക്കാം. എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് എക്സെട്ര ബൈ nth ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആണ് ഒരു nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദി ഫോം 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനറൽ ഫോം പറഞ്ഞല്ലോ, അതിനാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയുന്നത്. യൂണിക്ലി ഫോർ ദി ഹയസ്റ്റ് ഡെറിവേറ്റീവ് ബൈ n ഇൻ ടേംസ് ദി റിമൈനിങ് n+1 വേരിയബിൾസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ nth ഡെറിവേറ്റീവ് ഓഫ് ഡി nth ഡെറിവേറ്റീവ് ഓഫ് y ബൈ ഡി എക്സ് റേസ് ടു n ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ്. അതായത് നമ്മൾ നേരത്തെ എഴുതിയതിന് നമ്മൾ എന്ത് ചെയ്തു, ഡെറിവേറ്റീവ്സിൻ്റെ ടേംസിൽ എഴുതാണ്. നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി, ആ ഒരു ഇക്വേഷൻ പഠിക്കണമെന്നില്ല. ഇനി അടുത്ത നോർമൽ ഫോമിൻ്റെ രണ്ട് ഫോംസാണ് ഇവിടെ പറഞ്ഞത്. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. അതായത് ഇതിൻ്റെ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആകുമ്പോൾ എന്താ വരിക, എഫ് ഓഫ് എക്സ് വൈ മാത്രമേ വരുള്ളൂ. സെക്കൻഡ് ഡെറിവേറ്റീവ് ആകുമ്പോൾ എഫ് ഓഫ് എക്സ് വരും, വൈ വരും, വൈ ഡാഷ് വരും. ഇനി തേർഡ് ഡെറിവേറ്റീവ് ആകുമ്പോഴോ, തേർഡ് ഡെറിവേറ്റീവ് ആകുമ്പോൾ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, എഫ് ഓഫ് എക്സ് വരും, വൈ വരും, വൈ ഡാഷ് വരും, വൈ ഡബിൾ ഡാഷും വരും. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻസ് അതിൻ്റെ നോർമൽ ഫോംസ് എഴുതി പോവുക. അടുത്ത് നോർമൽ ഫോം ഓഫ് ആൻ ഒ ഡി. നോർമൽ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എപ്പോഴും നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരുന്നത്, അതൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്സിലേക്ക്, അതായത് അടുത്ത ക്ലാസ്സുകളിലൊക്കെ പറയാൻ പോകുന്നത് എങ്ങനെ സോൾവ് ചെയ്യുമെന്നാണ് പറയാൻ പോകുന്നത്. സോ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് പല പല മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ അടുത്ത സെക്ഷനിലൊക്കെ ആയിട്ട് പഠിക്കും. പല പല മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഡി വൈ ബൈ ഡി എക്സിനെ മാത്രമായിട്ട് ഒരു ഭാഗത്തേക്കും ബാക്കിയുള്ള എല്ലാ ടേംസിനെയും അപ്പുറത്തെ ഭാഗത്തേക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം, നോർമൽ ഫോമിൽ ആയിട്ട് എഴുതാം. സോ ഇവിടെ നോക്കുക, ഡി വൈ ബൈ ഡി എക്സിനെ അവിടെ നിർത്തിയിട്ട് ഈ വൈനെ ഇക്വേഷൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എക്സ് മൈനസ് വൈ ആവും. 4x കൊണ്ട് ഡിവിഷൻ നടക്കും. സോ എക്സ് മൈനസ് വൈ ബൈ 4x എന്ന് വരും. അടുത്ത അതേപോലെ ബൈ സോൾവിങ് ഫോർ ദി ഡെറിവേറ്റീവ് വൈ ഡബിൾ ഡാഷ് ദി നോർമൽ ഫോം ഓഫ് ദ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൻ്റെ നോർമൽ ഫോമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. വൈ ഡബിൾ ഡാഷ് മൈനസ് വൈ ഡാഷ് പ്ലസ് 6y ഈക്വൽ ടു 0 എന്നാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, വൈ ഡബിൾ ഡാഷിന് നമ്മൾ അവിടെ നിർത്തുക, കാരണം നമുക്ക് സെക്കൻഡ് ഓർഡറാണ് കണ്ടെത്തേണ്ടത്. സോ വൈ ഡബിൾ ഡാഷിന് അവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനും നമ്മൾ എന്ത് കൊണ്ടുപോകാം, അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകും. സോ വൈ ഡാഷ് പ്ലസ് 6y, വൈ ഡാഷ് മൈനസ് 6y എന്നുള്ള രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. അത് രണ്ടുമാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബൈ ലീനിയാരിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ ഓർഡർ വെച്ചിട്ടുള്ളത് പറഞ്ഞു, അതേപോലെ ടൈപ്സ് വെച്ചിട്ടുള്ളതും പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ബൈ ലീനിയാരിറ്റി. അതിന് മുന്നേ ഒരു കാര്യം കൂടി ഉണ്ട്. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫൈൻഡ് ദി ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് തരും. ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരാറുണ്ട്. അതിൽ ഓർഡർ ഇവിടെ പറഞ്ഞു എന്തായിരുന്നു, ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ആൻ ഇക്വേഷൻ, അതായത് ആ ഇക്വേഷനിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവ്. ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണോ നമ്മളുടെ ഓർഡർ, അതായത് ഏതാണോ ഹയസ്റ്റ് ഡെറിവേറ്റീവ് അതിൻ്റെ പവറാണ് എന്ത് വരിക, ഡിഗ്രി വരിക.
ഓക്കെ, അത് ആ ഒരു കൺസെപ്റ്റിൻ്റെ നോട്ട് ഇതിലില്ല. സോ ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണോ നമ്മുടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് അതിൻ്റെ പവറാണ് എന്ത് വരുന്നത്, ഡിഗ്രി. അപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ ഡിഗ്രി എത്ര വരിക, ഇതിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്, അതായത് ഈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അതിൻ്റെ പവർ എത്ര വരുന്നത്, 1 ആണ് അല്ലേ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റേസ് ടു 1. അപ്പോൾ അതിൻ്റെ ഡിഗ്രി പറഞ്ഞാൽ 1 ആണ് വരിക. ഇനി ഇവിടെ നോക്കുക, ഇതിൻ്റെ ഈ ഒരു ഇക്വേഷൻ്റെ ഹയസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ 4 ആണ്, അതിൻ്റെ പവർ പറഞ്ഞാൽ എന്താ വരുന്നത്, 1 ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെയായാലും ഈ രണ്ട് ഇക്വേഷൻ്റെയും ഓർഡർ എന്താണ്, ഓർഡറല്ല, ഡിഗ്രി 1 ആണ് വരിക. അപ്പോൾ ഡിഗ്രി എന്ന് പറഞ്ഞ കൺസെപ്റ്റും ജസ്റ്റ് ക്ലിയർ ആക്കുക. ഓർഡർ ഏതാണോ അതിൻ്റെ പവറിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിഗ്രി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ബൈ ലീനിയാരിറ്റിയും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ക്ലാസിഫിക്കേഷൻ അവിടെ കഴിയും. ഓക്കെ, താങ്ക് യു.